ഹലോ, ഞങ്ങൾ ഇന്നൊരു ഫിലിമിന് പോവാ, സുമതി വളവ് കാണാൻ. പൊതുവേ സിനിമയുടെ ഭ്രാന്ത് ശ്യാമേട്ടനാ, പക്ഷെ ഇന്ന് പോണത് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഡാൽമാമല്ല, ഒരു ഉച്ചയ്ക്ക് ശേഷം ബുക്ക് ചെയ്ത്. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ ഇറങ്ങി. സ്റ്റാർട്ടിങ് രജനീകാന്താകുമ്പോൾ വേറെ ഇന്ത്യ ഞാൻ പറയട്ടെ ആമിർ ഖാൻ, അതിൻ്റെ ഉത്തരം രജനീകാന്ത്, ഞാൻ പറയട്ടെ. ഈ സംസാരത്തിൽ തന്നെ മനസ്സിലായി കാണും, ശ്യാമേട്ടൻ ഭയങ്കരമായിട്ട് സിനിമയായിട്ടൊരു ക്രേസ് ഉള്ള ഒരാളും എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളുമാണ്. വെറുതെ പോവുക, കാണുക, ചിരിക്കാനുണ്ടെ ചിരിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ശ്യാമേട്ടൻ അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ സിനിമേനെക്കുറിച്ചുള്ള ഭ്രാന്തമുണ്ട്. അങ്ങനെ ഷാബിയൊക്കെ വന്നു. ഷാബിയയിലെ മുന്നേ ഞങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലത്തോട്ട് മാറുന്നതിന് മുന്നേ വരെ ഷാബിയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അവിടെ പെത്തിഹാദ്രയിലിൻ്റെ പണിയൊക്കെ നടക്കുമായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ ഡാൽമ മാളിലോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന കേട്ടോ ഡാൽമ മാളിലെ പാർക്കിംഗ് സെക്ഷൻ. വലിയൊരു പാർക്കിംഗ് സെക്ഷൻ തന്നെയുണ്ട് ഡാൽമ മാളിൽ. അങ്ങനെ പാർക്കിംഗ് ഏല ഞങ്ങൾ വണ്ടി വെച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ തിയേറ്ററിലോട്ട് പോയി. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തായിരുന്നു. അപ്പം ഇവിടെ അതിൻ്റെ നമ്പർ അടിച്ചു കൊടുത്ത് ടിക്കറ്റ് പ്രിൻ്റ് ചെയ്തു. അതുപോലെ തന്നെ ഫുഡും ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. പൊതുവേ എന്നെ ഏട്ടൻ കളിയാക്കാറുള്ളൊരു കാര്യമുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, പോപ്കോൺ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ പോകുന്നതെന്ന്. എപ്പോൾ തിയേറ്ററിൽ പോയാലും പോപ്കോണും കോളയും മസ്റ്റാണ്. അങ്ങനെ ആക്ച്വലി ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു ലാർജ് പോപ്കോണും കോളയുടെ കോംബോയാണ്. പക്ഷേ അതെന്തോ ബൈ മിസ്റ്റേക്കായിട്ട് മീഡിയം പോപ്കോണും ഒരു ചെറിയ ചോക്ലേറ്റും ഒരു കോളയിൽ നിന്നുള്ള ഇതായിരുന്നു ബുക്കായി പോയിട്ടുണ്ടായത്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി തിയേറ്റർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ. വെയിറ്റ് ചെയ്തിരിക്കണ നേരത്ത് ഞങ്ങളുടെ കോംബോയിലുണ്ടായ ചോക്ലേറ്റൊക്കെ എടുത്ത് കഴിച്ചിട്ടോ. പിന്നെ ഫോണൊക്കെ നോക്കി കുറേ നേരം വെറുതെ ഇരുന്നു. ഒരു 15 മിനിറ്റിലധികം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. അങ്ങനെ ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇട്ട് അപ്പോഴേക്ക് തിയേറ്റർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. കയറിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ കയറി ഞങ്ങളുടെ സീറ്റിൽ പോയിരുന്നു. അങ്ങനെ ഫിലിമൊക്കെ കണ്ടിറങ്ങി ഞങ്ങൾ. നല്ല ഫിലിമായിരുന്നു, എനിക്കിഷ്ടമായി. കുറേ ഈ ഒരു ടൈപ്പ് ഫിലിം കണ്ടിട്ട് തോന്നുന്നു, എന്താ പറയുക, ഒരു മുന്നേ കഥകളിലൊക്കെ കേട്ടിട്ടുള്ളൊരു ടൈപ്പ് പ്രേതം സ്റ്റോറി. അങ്ങനെ ഞങ്ങൾ സിനിമയുടെ അഭിപ്രായമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയയിലോട്ട് പോവാം. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഔട്ടിങ് കഴിഞ്ഞു.
ഫിലിമൊക്കെ കണ്ട് ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് മെല്ലെ ഞങ്ങളുടെ വീട്ടിലോട്ടേക്ക് ഇറങ്ങി. ഇവിടെ ഇപ്പോൾ എത്തിഹാദ് റെയിലിൻ്റെ പണി കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വരുന്ന വഴിക്ക് ഞങ്ങളൊരു കുഞ്ഞ് ട്രെയിനൊക്കെ കണ്ടു. അങ്ങനെ നേരെ വീട്ടിലേക്കൊന്നും പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും ചെറിയ വിശപ്പ്. അങ്ങനെ നേരെ വരുന്ന വഴിക്കുള്ള പമ്പ് കയറി മക്ഡൊണാൾഡ്സിൽ പോയി. ഇത് കാണുമ്പോൾ തോന്നുന്ന നല്ല സ്നേഹമുള്ള ഭർത്താവ്. നേരെ വണ്ടിയൊക്കെ നിർത്തി ആൾ തന്നെ പോയി ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വരാമെന്ന്. ഒരു വലിയൊരു സംസാരം കഴിഞ്ഞിട്ടാണോ പോകുന്നത്. എൻ്റെ അടുത്ത് പോയി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ കുറേ റിക്വസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്തി ശ്യാമേട്ടൻ തന്നെ പോയി വാങ്ങാമെന്ന്. അങ്ങനെ പോയ പോക്കാത്. അങ്ങനെ ഒരു ചിക്കൻ ബർഗറും ഒരു ബീഫ് ബർഗറും 2 ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് ശ്യാമേട്ടൻ വന്നു. എനിക്ക് മക്ഡൊണാൾഡ്സിൽ ഐസ്ക്രീം നല്ല ഇഷ്ടമാണ് കേട്ടോ. 2 തരത്തിന് നല്ല ഐസ്ക്രീമാണ്. അങ്ങനെ ഐസ്ക്രീമും ബർഗറൊക്കെ കഴിച്ചിട്ട് ഇനി ശരിക്കും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാം. ഇനി വഴിയിലെവിടെ സ്റ്റോപ്പില്ല കേട്ടോ. ഞാൻ കുറച്ചായി ഫോണൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ സെപ്റ്റംബറിൽ എന്തായാലും ഐഫോണിൻ്റെ നെക്സ്റ്റ് സീരീസ് ഇറങ്ങാണല്ലോ 17. അപ്പോൾ 16ൻ്റെ സീരീസിന് റേറ്റ് കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് ആ ഒരു ടൈമിൽ പുതിയ ഫോൺ എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഉണ്ടായത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് പുതിയ 16 അല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതേ പുതിയ 16. ഓക്കെ, നിനക്ക് പുതിയ 16 എടുത്തു തരാം, എന്നിട്ട് ഞാൻ പുതിയ 17 എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല. 17 റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 16ൻ്റെ റേറ്റ് കുറയും. അതുകൊണ്ടാണ് ഞാൻ 16 എടുത്തോ, എനിക്ക് 16 മതി എന്ന് പറഞ്ഞത്. 17 എടുക്കുന്നുണ്ടെന്നാണെങ്കിൽ 17 എനിക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്നത്. ഞങ്ങളുടെ വീടെത്തി കേട്ടോ. ഈ വീഡിയോയിൽ കാര്യമായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒന്നും തന്നെ ഇല്ല. ഞങ്ങളുടെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.